ഫൈസലിന്റെ ഫാമൊക്കെ നിൽക്കുന്നു. നായ ഉണ്ട് സൂക്ഷിക്കാ, ഒരു നായ ഇറങ്ങിയിരുന്നു. അപ്പൊ നായ്ക്കളെ കട്ടിരുന്നോ? ഫൈസൽ ജി तुम्हारा फोन किधर भाई? ഫൈസല ഇവിടെ വന്നാ അന്നെ കാണാൻ വേണ്ടി എന്റെ ഫാം കന്ന വെച്ച് അവിടെ ഇവിടെ നടക്കുക. എന്താ ചിജ ആ വരുന്നതാണ് നമ്മളെ ഫൈസല്. ആരൊക്കെ അറിയണാവോ? കുതിര, ഒരു കുതിര തന്നെ. എവിടെ കുതിര? എവിടെ കേൾക്കണോ? അതിനെ കാണാൻ വേണ്ടി കയറിയെന്നാ. എന്തേലും ഓട്ടണ്ടേ മുങ്ങോട്ടോ? വണ്ടി കൂടെ കൊടുത്തിട്ടാ ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടാ. നല്ല രസല്ലേ പൈസയിലാണ്. പൈസ ആർക്കെങ്കിലും മനസ്സിലാക്കണം. നമ്മൾ ഈ സെവൻസിന്റെ ഗ്രൗണ്ടിലൊക്കെ അനൗൺസ്മെന്റ് ഒരു തൊഴിലില്ലാതെ ആ മൈക്ക് ആയിരിക്കണം. ആ മൈക്കിന്റെ ജീവനാണ്. അതിന്റെ ജീവനാണ്. എന്താ കാരണം? ഞാൻ എപ്പോഴും ആ സാധനം എടുത്തിട്ടുണ്ടോ? ഫുട്ബോൾ കണ്ടത്തിലാണെങ്കിലും ഇവിടെ ഞങ്ങൾ പാട്ട് പോയില് ഒരു പാട്ടിടാം. മൈക്ക് വർക്ക് ഞാൻ ഓണാക്കണം. അങ്ങനെ ഓണാക്കിയിട്ട് കാര്യമില്ല. ഇതിൻ്റെതായിട്ടുള്ള ഫിംഗർ പ്രിന്റ് ഉണ്ട്. നമ്മളെ ജാക്കിയാണ്. എന്താ മണവാട്ടോ നോക്കണ ഇവിടെ ജാക്കി ഇവിടെ എന്നാ രണ്ടാൾക്കാരെ പൂസാണ്ട്. ഇവിടെ വാ കുഞ്ഞോനിതാ പാരിതാ. കൊണ്ടായി കുറച്ചിട്ടാണ്ട് കൊടുത്താല് തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ തിന്നാൻ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലോ ഈ സാധനം അതിൻ്റെടും. ഞങ്ങളെ മൂന്നാഴ്ച കുഴപ്പമില്ല. അതല്ല ഇന്നാലും ഉണ്ടല്ലോ ഒരു പദം ആ സാധനം ഇല്ല. ഭയങ്കര ഡ്രഫായില്ല ഇതാണ്. പുറത്തുകൂടല്ല പുറത്തുകൂടാ ചെയ്യുന്നില്ലേ? പെരുമറക്ക് നോക്കട്ടെ. പൈസയിൽ നായിനെ പുറത്തിറക്കാണ്. വലിയ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. എന്താവും നോക്കുക. ഇറക്കടാ ഇറക്കണില്ലേ? എന്നർക്ക് എനിക്ക് ഒരു മിനിറ്റ്. ഞാൻ ഗേറ്റ് ഇറക്കട്ടെ. നിക്ക് തുറക്കല്ലേ ഗേറ്റ് അടിച്ചാ. ഞാനവിടെ കേറി കേട്ടോ. ഒരു മിനിറ്റ്. അല്ല ഞാൻ ഇവിടെ ഉണ്ട്. എനിക്ക് ഭയങ്കര ധൈര്യ. ആ പോണ് ഇങ്ങോട്ട് വരണ്ട. കാരമ മുറുക്കി പിടിച്ചോളൂ കേട്ടോ. പോത്തല്ല നമുക്ക് അതിനുള്ള ശീലങ്ങളുള്ളൂ. അത് ആ വരുന്നു ഇങ്ങോട്ട് പിടിച്ചോളൂ. മുറുക്കി പിടിച്ചോളൂ. ആ കാരമല്ല പിടി വിടണ്ട. റോക്കി
എന്നത്തെ മണക്കണ് എന്റെ പതിക്കാറില്ല പോടുന്നു ആ കൂട്ടി കയറി ആ ഇറങ്ങി അല്ല ഫൈസല എന്നെ കാണാൻ വന്നിട്ട് ഒന്നുമില്ലേ എന്താ ഉള്ളത് അത് ഇജ്ജാണ് മുണിങ്ങിയാ മതി 2 നേരം എടുത്താണ് മുങ്ങിക്കൂട് ബുദ്ധിമുട്ട് തെളിയട്ടെ അന്റെ കോഴിക്കോടാ ഏതാണ് കോഴി പറഞ്ഞേ കൊടുക്കാനുള്ളത് ബ്രഹ്മേ കൊളംബിനോ അതൊക്കെ ഏതോ മുന്തിയ കോഴികളുണ്ട് ഇതാണ് കുഞ്ഞ് പൈസ വെച്ച് പറഞ്ഞ കോഴികൾ കൊടുക്കാനുള്ള ബ്രഹ്മ ഒരു പേര് ഏതാ കൊടുക്കാനുള്ളത് വൈറ്റ് ഈ 2 വൈറ്റോ 2 ജോഡിയാ അപ്പൊ ഈ 2 പേര് കൊടുക്കാനുള്ളതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളിട്ടാ ഫൈസലിന്റെ ഫാമിന്റെ നേരെ മേലെ ഈഗിൾസ് കോളേജ് വരുന്നുണ്ട് ഇനി ഫൈസലിന് നിന്ന് തിരിയാൻ നേരം ഉണ്ടാവില്ല അല്ല ഫൈസല ഈ ചെക്കന്മാർ ഫുള്ള് ഇവിടെ കയറാം പഠിപ്പിക്കലും വെച്ച പിന്നെ മോരിക്കുട്ടികളെ പറഞ്ഞില്ല കുഞ്ഞിപ്പോ നീ ഇവിടെയൊക്കെ വലിയ സ്ഥലത്തിനൊക്കെ വില കൂടൂലേ ഇപ്പൊ കൂടിയല്ലോ 1 ലക്ഷം റുപ്യ മറ്റേത് 40 റുപ്യ വരെ ഉണ്ടായിരുന്നു ഈ സ്ഥലമൊക്കെ 75-80. പണ്ട് കാലത്ത് ആൾക്കാർ കോറി വെട്ടിയിട്ട് ഒഴിവാക്കിയ സ്ഥല ഇവിടെ ഫുള്ള് പുറത്തുനിന്ന് നാട്ടുകാരൊന്ന് കാടുണ്ടാക്കി പോയി ഇവിടുത്തെ നാട്ടിലെ പൊട്ടന്മാരോ പോയി ഇവിടെ ഒരു എന്താ കാരണ എന്റെ മോരിക്കുട്ടിയായി കണ്ടോ ഫൈസലിന്റെ മോരിക്കുട്ടിയാണ് കൊടുക്കാനുള്ളതാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളി ഫൈസലിനെ തള്ളിയിടാൻ എളുപ്പമാണ് ഫൈസലിനെറ്റ് അല്ല ഫൈസല പെട്ടെന്നാവില്ല എന്നിട്ട് കച്ചവടം രാവിലെ ഫൈസലിനെ തള്ളിയിടാൻ എളുപ്പമാണ് ഇന്ത്യയിലുള്ള ഫുൾ സ്റ്റോറേജ് ആണ് ഇപ്പോ ഫുൾ സ്റ്റോറേജ് അപ്പൊ അതൊരു പുല്ലിയുണ്ട് പുല്ലിനെ കൊടുക്കുവോ കൊടുക്കൂല നമുക്ക് നേരെ ഈഗിൾസിന്റെ സ്ഥലം കാണാൻ പോവാ പെരൻ്റെ കൂടെ കണക്കാ പണ്ടമാനം ടോറസ് ഇങ്ങനെ പോണത് കാണാം പൈസല്ലേ എന്റെ ഫോണിക്ക് ഞാൻ കുറെ അടിച്ചല്ല എന്റെ ഐഫോണോടെ ഐഫോണ് ഞാൻ ഫാമിലി പോയെടുക്കുമ്പോഴേ പിന്നെ കേടനുണ്ടാക്കിയിട്ട് ഇതില് പോയി വെച്ചാണ് ഇതിലോ ഐഫോണോ ഐഫോൺ ഇത് എന്താ അറിയോ ഇത് കോഴി ഫാമിലി പണി അപ്പൊ പൊടി ഇതൊക്കെ ആയി കഴിഞ്ഞാൽ ഐഫോൺ പ്രോ 70 പ്രോ മാഷാ അല്ലാ തുറന്ന അച്ഛാ പാമടേ ഇത് കേടെന്നാലേ ഇത് നായനര് ഇത് ഐഫോൺ അങ്ങനെ ഞാൻ നോക്കി കൊണ്ടെടുക്കണം ഫാമിലി പൊടിയാവാതെ ഇത് പോയിഞ്ഞിട്ട് രാത്രിയൊക്കെ ഇങ്ങടൊക്കെ വരുമ്പോ ഈ ഫോണില് നല്ല തന്നെയാണ് പൊതിഞ്ഞ് ഇങ്ങനെ പോക്കറ്റിൽ വെച്ചാല് ഇതിന് കേടുപാടൊന്നും പറ്റില്ലണ്ടോ അത് അല്ലെങ്കിൽ പൊതിയും വേണ്ട അല്ലെങ്കിൽ കേടുപാട് പറ്റില്ല അതിന് അതിന് കൊറേ പൊതിയായിട്ടാ ചോന്ന കളർ കഴിക്കണേ ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ചോന്ന കളർ ഞാനേ മാമിയാ ഞാൻ ചെറുപ്പത്തിൽ നല്ല ചോന്ന കളർ പിന്നെ അല്ല എന്നിട്ട് എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ചിട്ടേ മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് പേരയിൽ ഉമ്മ വെയിലാട്ടണം എന്ന് പറഞ്ഞിട്ടേ വാർപ്പിന്റെ ഉള്ള വെച്ചാ അപ്പൊ എടുക്കാൻ മറന്നു വെയിലുണ്ടിട്ട് കറുത്താൻ ഞാൻ നല്ല ചോന്ന കളറായിരുന്നു ചെറുപ്പത്തില് പിന്നെ അതിലാണ് മഞ്ഞപ്പിത്തം പിടിച്ചത് അപ്പൊ ഉമ്മ ഡോക്ടർ പറഞ്ഞു വെയിലൊള്ളിക്കാൻ രാവിലെ വൈകുന്നേരത്ത് അപ്പൊ രാവിലെ കൊണ്ടുവച്ചിട്ട് ഉമ്മ വെള്ളം കോരാൻ പോയി അന്ന് പാലാന്റെ പറമ്പക്ക് വെള്ളം കോരാൻ പോകണല്ലോ അങ്ങനെ ഉമ്മ വെള്ളം കോരാൻ പോയൊക്കെ എന്നെ എടുക്കാൻ മറന്നു പിന്നെ വന്ന് നോക്കുമ്പോ കറുത്ത് ഇവിടെ ക്യാമറ കണ്ടിട്ടേ കുന്നിൻ്റെ ഉള്ളിൽ ക്യാമറ കണ്ട് ഫുള്ള് ഈഗേഴ്സിന്റെ കോളേജിൽ നിങ്ങൾ ഒക്കെ വണ്ടി വരാൻ നിൽക്കണ്ട ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുപ്പ ആ 2 കുപ്പ അവിടെ അതല്ല ആ ഗ്യാപ്പ് ആ ഗ്യാപ്പ് അത് ഡൽഹി ഇന്റർനാഷണൽ സ്കൂള് അതിന്റെ അപ്പുറത്ത് മിൽമ മുറുകടത്തെ മിൽമയാണ്
ആ പഞ്ഞോക്കി അല്ല ഇത് എത്ര ഏക്കർ വയസ്സിലാ? 15. അല്ല ഈ പന്നി ഫാമിന്റെ ഇവിടെ കോളേജിൽ നിന്ന് എങ്ങനെ അവിടെ നിൽക്കുക? ഇത് അവിടെ കല്ലില്ല, ആ ഭാഗം മാത്രമേ ഇട്ടോ, ബാക്കിയൊക്കെ ആക്കെ മണ്ണൊക്കെ തൂർത്താട്ടോ. ആരെ പറഞ്ഞത്? ആ ഞാനൊക്കെ വെട്ടിക്കോട്ടെ എല്ലാം മണ്ണാണ് പോലെ. നമുക്ക് പന്നി ഫാമിന്റെ കോളേജ് വരുന്ന സ്ഥലമാണിത്. ഈഗിൾസ് ചെറിയ കോളേജ് ഒന്നല്ല, വലിയൊരു കോളേജ്. 10-30 ഏക്കറയിൽ വലിയൊരു കോളേജ് വരിക. ഇതാണ് ഫൈസൽ പറഞ്ഞത് ശരിയാട്ടോ. ഫൈസലേ അവിടെ സ്മെല്ലായിരുന്നു, പക്ഷെ ഇവിടെ സ്മെല്ലില്ല കേട്ടോ. എന്താ പെട്ടെടുക്കണ ഏതാ സൈസ് സാധനങ്ങളല്ലേ. ഇതാണ് അപ്പൊ പന്നി ഫാമിലെ പ്രസവ വാർഡ് അല്ലേ? നല്ല ക്ലൈമറ്റാ. ഏതാ വൈബ് സ്ഥലം. കായിട്ടേടാ ഓലിക്കിപ്പോ അതായത് ശീലായി. എത്ര കായിട്ടിയാലോ ഇല്ല, ഓരോരുത്തരെ ബിസിനസ്. ഓരോ പണിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാ. ഇജിപ്പത്തിന് നേരം കോഴിക്കോടൻ ചെയ്യുന്നില്ലേ? അത് അനക്ക് സ്മെല്ലില്ല, ഞങ്ങൾക്ക് സ്മെല്ലുണ്ട്. അതെ, ഞമ്മക്ക് അത് ശീലമായതുകൊണ്ടാണ്. ഞമ്മക്ക് ശീലമായിരിക്കണില്ലേ സ്മെല്ല്. ഇപ്പൊ തോത്തിരി ഒന്നൊക്കെ നമുക്ക് എന്തെങ്കിലും സ്മെല്ലുണ്ടോ? ഇക്കും ഒരു സ്മെല്ലില്ല. നേരെ മറിച്ച് നമ്മളെ വണ്ടി കവിട്ട് കഴിഞ്ഞുകൊണ്ട് നേരെ വന്ന് വണ്ടി സൈഡിൽ പാർക്ക് ചെയ്താൽ പെരയിൽ പെങ്ങന്മാരായാലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു മത്തിട്ട് കാണാൻ ചാന്നറിയും. ഒരിക്കൽ സ്മെല്ല് കിട്ടും, നമുക്ക് കിട്ടൂല. അങ്ങനെ ഫൈസലും ഫൈസലിന്റെ ഫാമിന്റെ അടുത്ത് തന്നെ കോളേജും അല്ലേ? ഫൈസൽ ഭയങ്കര ദർജയില. അപ്പം ഫൈസൽ നേരത്തെ പറഞ്ഞ ഒരു റിസോർട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങല്ലേ ഇവിടെ? റിസോർട്ട് ഇനി നമുക്ക് ജാക്കിനൊന്ന് പുറത്തില്ല. ആര് മണിക്കുട്ടിനെ കുഞ്ഞിപ്പോടുന്നോട്ടെ. കുഞ്ഞിപ്പോ മണിക്കൂട്ടിനെ അയച്ച് അല്ലേ? ഏതാ മണിക്കുട്ടി? പുല്ലേ ഫൈസലിന്റെ ഫാമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ഈ വീട് ഇപ്പോഴും ഉണ്ടല്ലേ? ഞങ്ങളൊക്കെ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂൾ കട്ട് ചെയ്തിട്ട് വന്നിരിക്കില്ല. അന്ന് ഈ പരിസരത്ത് ഇങ്ങനെ എഴുതിയില്ല. അതാ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാഞ്ഞ്. ഇപ്പോഴാണ് മനസ്സിലായത്. ഈ വീടിലാണ് ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് വന്നിരിക്കല്. എന്താ കോലം? ഇപ്പൊ ഇത്രയും നേരം കണ്ട ആളല്ലല്ലോ. കോഴിപ്പണിക്കാരനാണ് പറയില്ല. ഐഫോണോടെ ഐഫോൺ കെട്ടെടുക്കാണ്ട് പണിയില്ലട്ടാ. ഐഫോണൊന്നും നമ്മള് കളിയില്ലല്ലോ. ഇനി എടുക്ക പോണ്? ഇനി കുളിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങണം. അത് വലിച്ചേറി അത് അടിച്ചിട്ട് കിട്ടിയില്ല. ചിഹ്നം പൊത്തി പിടിച്ച ഞാൻ തോന്നിയില്ലേ? ഐഫോണിന്റെ ചിഹ്നുണ്ടോ? നമ്മള് സാധാ ടോർച്ച് ഫോണിൽ ACC എന്നൊക്കെ ബ്രാൻഡ് നോക്കാം. AC കാര്യം നടക്കണില്ലേ? ഇത് ഏറിയ അതെ അറിയാം. വില തുച്ഛം ഗുണം മെച്ചം. ഇപ്പൊ ഗുളിയൊക്കെ കഴിഞ്ഞ് സാറായി. ഇനി പോയി കടന്നുറങ്ങിയാണ്ടല്ലോ ജപ്പാമടെ. ഞങ്ങൾ പോട്ടെന്നാ. വെള്ളം തിന്നുണ്ടോ? കിണറ്റിന്ന് ഇല്ല, കുടിച്ചാൽ മതി. എന്നായിക്കോട്ടെ. വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ജിമ്മിൽ പോകാൻ നേരമായതുകൊണ്ട് നമ്മൾ പോവാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. നാളെ രായനല്ലൂർ മലക്കയറ്റാണ്. അതിന് പോയേക്കാം. ഇന്നേ വരെ പോകാൻ പറ്റിയിട്ടില്ല എന്നല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷെ ഇന്നേ വരെ പോയിട്ടില്ല. നമുക്ക് നാളെ ഒന്ന് പോയേക്കാം. ചെക്കന്മാരാരെയൊക്കെ കിട്ടണമാവോ. അപ്പോൾ ആ വിശേഷം പോവുണ്ടെങ്കിൽ
ആ വിശേഷം കൂടി കാണാം നാളെ. ഓക്കെ.